ിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഓപ്പറേഷൻ തൂഫാനിൽ കുടുങ്ങിയ 2 സ്കൂൾ ടീച്ചർമാരെയും ജോലിയിൽ നിന്ന് പുറത്താക്കി. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. ലക്ഷങ്ങളുടെ ഇടപാടിന് സ്ത്രീകളെ മറയാക്കിയെന്ന് പോലീസ്. കാവ്യയ്ക്കും കീർത്തനയ്ക്കും പണമിടപാടിനപ്പുറം പങ്കുണ്ടോ എന്നും പരിശോധന. അന്വേഷിക്കാൻ പ്രത്യേക സംഘം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ തീരില്ല. ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടി ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. അമിത്ഷാ പ്രസ്താവന നടത്തണം. സാമൂഹിക വിരുദ്ധരെയാണ് ആക്രമിച്ചതെന്ന് ബിജെപി. പരീക്ഷാ വീഴ്ചകൾക്ക് കർശന നടപടി ഉറപ്പാക്കുന്ന ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ച സർക്കാർ. വിഷയം വീണ്ടും പഠിക്കണമെന്ന് പറയുന്നത് പ്രഹസനമെന്ന് ജോൺ ബ്രിട്ടാസ്. തലസ്ഥാനത്തെ ഞെട്ടിച്ച വഞ്ചിയൂർ കൊലപാതകം മുൻ വൈരാഗ്യം മൂലമെന്ന് പോലീസ്. കൊല്ലപ്പെട്ട വൈശാഖും പ്രതികളും തമ്മിലുണ്ടായിരുന്ന വഴിത്തർക്കം. ചോദ്യം ചെയ്യൽ പൂർത്തിയായി. അറസ്റ്റ് രേഖപ്പെടുത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഡെന്റൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഡോക്ടർ MK റാമിനെ കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ. കൂടുതൽ ചോദ്യം ചെയ്യും. കസ്റ്റഡിയിൽ വിട്ടത് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. അധികാരികൾ കണ്ണടയ്ക്കരുത്. ഈ നിയമലംഘനത്തിന് നടപടി ഒട്ടും വൈകരുത്. കോഴിക്കോട് തൃശൂർ റൂട്ടിൽ മൊബൈൽ ചെവിയിൽ നിന്നെടുക്കാതെ ബസ് ഓടിക്കൽ. ദൃശ്യങ്ങൾ ശാസ്ത ബസിൽ നിന്ന്. ബസിന്റെ നിയന്ത്രണം പാളുന്നത് പതിവെന്ന് യാത്രക്കാർ. കുറ്റിപ്പുറത്ത് റോഡിൽ വട്ടം മറിഞ്ഞ ബസും പരിസരവും പരിശോധിച്ച് ഉദ്യോഗസ്ഥർ. നടിമാരുടെ തമ്മിൽ തല്ലിൽ കടുപ്പിച്ച് കോടതി. ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ അൻസിബ നേരിട്ട് ഹാജരാകണം. നേരിട്ട് മൊഴി നൽകാൻ ഉത്തരവ്. കോടതി ഇടപെടൽ കേസെടുക്കാൻ പോലീസ് മടിച്ച പരാതിയിൽ താരസംഘടന അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റിയുമായി മുന്നോട്ടു പോകാനില്ലെന്ന് രമേശ് പിഷാരടി. കേന്ദ്ര സർക്കാരിനെയും ഡൽഹി പോലീസിനെയും രൂക്ഷമായി വിമർശിച്ച നടി ലിജോ മോൾ ജോസ്. CJP നിലപാടുകൾക്ക് പൂർണ്ണ പിന്തുണ. പ്രതിഷേധത്തെ പോലീസ് നേരിട്ടത് അതിക്രൂരമായി. സർക്കാർ അവഗണിച്ചതുകൊണ്ടാണ് കുട്ടികൾ തെരുവിലിറങ്ങിയതെന്നും ലിജോ മോൾ. കാക്കനാട് അർദ്ധരാത്രി യുവാക്കളെ റോഡിൽ ചവിട്ടി നിലത്തിട്ട ഗുണ്ടാ സംഘം അറസ്റ്റിൽ. പിടിയിലായത് കളമശ്ശേരി പൂക്കാട്ടുപടി കോഴിക്കോട് സ്വദേശികൾ. ആക്രമണം മെനഞ്ഞാന്ന് അർദ്ധരാത്രി. മർദ്ദനം കാറിന് സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞു. മൂവാറ്റുപുഴയിൽ കുട്ടികളുടെ തല്ല് അതിരുവിട്ടു. കയ്യേറ്റത്തിലെത്തിയത് വാക്കുതർക്കം. ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. 4 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത് പോലീസ്. പ്ലാനിംഗ് ബോർഡ് പരീക്ഷയിലെ മൂല്യനിർണ്ണയത്തിൽ ഗുരുതര ക്രമക്കേടെന്ന ആഭ്യന്തര വിജിലൻസിന്റെ കണ്ടെത്തൽ. PSC യോഗം തുടരുന്നു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയിലും തീരുമാനമുണ്ടാകും. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും നിർണായകം. LGBTQ+ വിഭാഗം ഇന്ത്യൻ സമൂഹത്തിലെ അഭിവാജ്യ ഘടകമെന്ന RSS. രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും പണ്ടേ ആദരിച്ചവർ. മാന്യമായും തുല്യമായും പരിഗണിക്കണം. അവരെ മനുഷ്യരായി കാണണമെന്നും RSS തലവൻ മോഹൻ ഭാഗവത്. വിജയ്ക്ക് പിന്നാലെ ധനുഷും രാഷ്ട്രീയത്തിലേക്കെന്ന് സൂചന. ആരാധകരുടെ ഒത്തൊരുമ ജനസേവനത്തിനായി വിനിയോഗിക്കണമെന്ന് താരം. ധനുഷിന്റെ രാഷ്ട്രീയ താൽപര്യം സജീവ ചർച്ചയാക്കി തമിഴ്നാട്. യുദ്ധ സാഹചര്യങ്ങൾക്കിടെ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ യുദ്ധം കടുപ്പിക്കുന്നതും ചർച്ചയാകും. ചർച്ച നാളെ വൈറ്റ് ഹൌസിൽ. അമേരിക്കയുടെ താൽക്കാലിക പിന്മാറ്റം കൂടുതൽ ശക്തിയോടെ ആക്രമണം നടത്താനെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ. ഇറാൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ മറുപടിയില്ലാതെ പോകാനാവില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി.
ഹോർമുസ് കടലിടുക്കിൽ മൈനിൽ തട്ടി എണ്ണ ടാങ്കർ തകർന്നു. ചെങ്കടലിൽ 2 സൗദി എണ്ണ ടാങ്കറുകൾക്കെതിരെ വീണ്ടും ഹൂതി ആക്രമണം. ഉക്രൈനിൽ ആക്രമിക്കപ്പെട്ട കപ്പലിലെ ഇന്ത്യൻ പൗരന്മാർക്കായി തെരച്ചിൽ തുടരുന്നു. തെക്ക് പടിഞ്ഞാറൻ യൂറോപ്പിലെ കാട്ടുതീ അണയ്ക്കാൻ ദുഷ്കരം. ദുരിതബാധിത പ്രദേശങ്ങളിൽ താപനില ഉയരുന്നു. ഫ്രാൻസിലും സ്പെയിനിലും 3 ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചു. ദൌത്യം കഠിനമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി. വാർത്തയിലേക്ക് വിശദമായി. വടകരയിൽ ലഹരി ഇടപാട് കേസിൽ ഉൾപ്പെട്ട 2 അധ്യാപികമാരെയും പുറത്താക്കി. കേസിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ലഹരി സംഘങ്ങൾ വൻ തുകയ്ക്കുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് സ്ത്രീകളെ മറയാക്കിയെന്നാണ് പോലീസിന്റെ നിഗമനം. അറസ്റ്റിലായ അധ്യാപിക കീർത്തനയ്ക്കും കാവ്യയ്ക്കും ഇടപാടിലുള്ള പങ്ക് എന്തായിരുന്നു എന്നും കണ്ടെത്തണം. പണമിടപാട് മാത്രമാണോ അതോ സംഘത്തിലെ സുപ്രധാന കണ്ണികളോ ലഹരിമരുന്ന് കാരിയർമാരോ ആയിരുന്നോ എന്നതാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത്. ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ഇവരുടെ അക്കൗണ്ടിലൂടെ നടന്നിട്ടുള്ളത് വ്യക്തമാണ്. സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. 2 ആഴ്ച മുമ്പ് വടകരയിൽ മയക്കുമരുന്നുമായി റിസ്വാൻ എന്നയാളെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ തുടർന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. റിസ്വാന് അധ്യാപികയായ BRCയുടെ കീഴിൽ കരാർ അധ്യാപികയായി ജോലി ചെയ്തിരുന്ന, കായിക പരിശീലകയായി വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്തിരുന്ന കീർത്തനയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തുന്നു. ഇവരുടെ അക്കൗണ്ടിൽ നിന്നും വലിയ തോതിലുള്ള പണം കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ഒപ്പം ഈ മയക്കുമരുന്ന് വാങ്ങാനായി എത്തുന്നവർ കീർത്തനയുടെ അക്കൗണ്ടിലേക്കും പണം നൽകിയിരുന്നുവെന്ന് പോലീസ് നൽകിയ പരിശോധനയിൽ കണ്ടെത്തി. ഇതിനുശേഷം പണം ലഭിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും ആ ലൊക്കേഷനിൽ ചെന്ന ശേഷം ഈ കാരിയർമാർ ഇവർക്ക് MDMA കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് കണ്ടുവന്നത്. പിന്നീട് ഈ കീർത്തനയുടെ അക്കൗണ്ട് പരിശോധിച്ചുള്ള അന്വേഷണത്തിലാണ് കാവ്യ എന്ന ഓട്ടിസം സെന്ററിൽ ജോലി ചെയ്യുന്ന മറ്റൊരു കരാർ അധ്യാപികയിൽ കൂടി അന്വേഷണം എത്തിയത്. ഇവരുടെ അക്കൗണ്ടിലും സമാനമായി തന്നെ പണം വലിയ തോതിൽ എത്തി. ലക്ഷങ്ങളുടെ ഇടപാടുകൾ ഇവരുടെ അക്കൗണ്ടിൽ നടന്നു. ഒപ്പം ഇവരും ഈ മയക്കുമരുന്ന് വാങ്ങാനെത്തുന്ന ഇടപാടുകാർക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തുവെന്ന് കണ്ടെത്തിയിരുന്നു. എന്തായാലും വലിയ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ 2 പേരെയും സർവീസിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ട് പ്രോജക്ട് കോർഡിനേറ്റർ ഉത്തരവിറക്കിയിരുന്നു. ഒപ്പം ഇവർക്കെതിരെ അന്വേഷണം നടത്തുന്നതിനായി മറ്റ് കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വലിയ ശൃംഖലയാണോ ഈ തട്ടിപ്പിന് പിന്നിൽ എന്ന് കണ്ടെത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും എന്ന ഒരു വിവരങ്ങളും പുറത്തുവരുന്നു. ഇക്കാര്യം പ്രോജക്ട് കോർഡിനേറ്റർ വിശദീകരിച്ചു. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് അന്വേഷിച്ചിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും. മാത്രമല്ല കുറ്റക്കാർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടിയുമായി ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകും. SSKയെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇത്തരം ചില നിർഭാഗ്യകരമായ സാഹചര്യങ്ങൾ ഒരു കാരണവശാലും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്നുള്ള നിലക്ക് SSKയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന BRCകളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വളരെ മാതൃകാപരമായി നിൽക്കേണ്ട അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടികളുണ്ടാവും. ഈ പ്രശ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് ഇടപാടിൽ അധ്യാപികമാർക്കുള്ള പങ്ക് വെളിപ്പെട്ട സമയത്ത് തന്നെ നടപടി എടുത്തതായി AEOയും വ്യക്തമാക്കുന്നു. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവും. ശക്തമായ നടപടികൾ വകുപ്പിന്റെ ഭാഗത്തും ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. വിവരം നമ്മൾ പോലീസിൽ നിന്ന് അറിഞ്ഞ ഉടനെ തന്നെ ആദ്യത്തെ ടീച്ചർ കീർത്തന എന്ന് പറഞ്ഞ ടീച്ചർ, അവര് BRCയിലെ സ്പെഷ്യലിസ്റ്റ് PET ആണ്. അവരെ നമ്മൾ അപ്പോൾ തന്നെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു, അവരെ ഡിസ്മിസ് ചെയ്തു. രണ്ടാമത്തെ ആളെ കേസ് കഴിഞ്ഞ ദിവസം വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇവര് ഈ കരാർ ജീവനക്കാരായതുകൊണ്ട് തന്നെ പിന്നെ അവരെ നമ്മൾ സ്കൂളിലേക്ക് വിടുന്നു, സ്കൂളിൽ അവർ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് അവർ BRCയിൽ വരുന്നത്, മറ്റു ദിവസങ്ങളിൽ അവർ സ്കൂളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നമുക്ക് മോശമായ റിപ്പോർട്ട് ഇവരെ കുറിച്ച് നേരത്തെ കിട്ടിയിട്ടില്ല. BRCയിൽ എത്തുമ്പോൾ 2 പേരും ഈ കീർത്തനയും കാവ്യയും ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ് എന്നാണ് BRC കോർഡിനേറ്റർ പറയുന്നത്. ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. വിവാഹബന്ധം വേർപിരിഞ്ഞവർ എന്നാണ് ഇവിടെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു സാഹചര്യത്തിലാണ് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങിയത് എന്ന ഒരു നിഗമനമാണുള്ളത്. നേരത്തെ അവർക്ക് പരിക്ക് പറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ ചികിത്സിക്കുന്നതിന് പോലും സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്ന ഒരാളാണ് കാവ്യ. BRC
വിദ്യാർത്ഥികളിൽ നിന്ന് പിരിവ് നടത്തി 2 ലക്ഷം രൂപയോളം സമാഹരിക്കുകയും ആ പണം നൽകുകയും ചെയ്തിരുന്നു. അത് വെച്ചാണ് അവരുടെ ചികിത്സാ കാര്യങ്ങൾ നടക്കുകയും ചെയ്തത്. എന്നാൽ പിന്നീട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ അവർ സാമ്പത്തിക നില വലിയ രീതിയിൽ മെച്ചപ്പെട്ടു എന്നാണ് ഇവിടെ ഉണ്ടായിരുന്നവർ, കൂടെ ജോലി ചെയ്തവർ പറയുന്നത്. അടുത്തിടെ ഒരു ആഡംബര കാർ വാങ്ങുകയും ചെയ്തിരുന്നു. ഈ കാർ വാങ്ങിയതിനെക്കുറിച്ച് കാവ്യയോട് ചോദിച്ചപ്പോൾ സഹോദരൻ വാങ്ങി നൽകിയതാണ് എന്ന വിശദീകരണമാണ് നൽകിയത്. ഒപ്പം വലിയ രീതിയിലുള്ള ആഡംബര വസ്തുക്കളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്കും ഇവർ മാറിയെന്ന് സഹപ്രവർത്തകർ പറയുന്നു. 3 ആളും ഡൈവോഴ്സ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തുല്യ ദുഃഖിതരെ എന്ത് ചെയ്യും, ഒരു കാര്യങ്ങൾ പോലെ ഒന്നിച്ചാവുമല്ലോ, അതുപോലെയാണ് നമ്മൾ കരുതിയത്. അപ്പൊ കീർത്തനനെ റിമാൻഡ് ചെയ്തു എന്നറിഞ്ഞപ്പം തന്നെ നമ്മൾ അവരെ ടെർമിനേറ്റ് ചെയ്തു. ഈ കീർത്തനന്റെ ഇതിന് ശേഷം ഞാൻ ചോദിച്ചു, നീ ഒരു കാറൊക്കെ വാങ്ങിയല്ലോ? അന്നേരം പറഞ്ഞു, ആങ്ങള ഗൾഫിലാണ്, ആങ്ങള എനിക്ക് ഓടിക്കാൻ തന്നതാണ് ടീച്ചറെ, എനിക്ക് അതിലൊരു പങ്കുമില്ല, കാറ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപകടം പറ്റിയ സമയത്ത് BRCകളിൽ നിന്ന് വലിയ തുക പിരിച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റു BRCകളിൽ നിന്ന് ഏകദേശം 2 ലക്ഷത്തിന് മേലെ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവരാണ് പെട്ടെന്ന് ആ സാമ്പത്തിക നില മാറിയത്. അത് നമ്മൾ പൊതുവെ ഓളെ കാണുമ്പോൾ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണെന്നൊന്നും നമുക്കല്ല, അങ്ങനെ പ്രയാസമുള്ള ആളുകളെ ഒരു ഔട്ട്ലുക്ക് കണ്ടാൽ തിരിയുന്ന ഒരവസ്ഥ അല്ലേ, അതൊന്നും കാണാൻ തിരിയല. അങ്ങനെ ഒരു ആഷ്പുഷായിട്ടാണ് നടക്കുകയൊക്കെ ചെയ്യുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവജന സംഘടനകൾ BRCയിലേക്ക് പ്രതിഷേധം നടത്തി. ഇവരുടെ പശ്ചാത്തലം അല്ലെങ്കിൽ ഈ അറസ്റ്റിലായ ഉദ്യോഗസ്ഥരുടെ അധ്യാപകരുടെ രാഷ്ട്രീയ പശ്ചാത്തലം വിശദമായി പരിശോധിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഒപ്പം കൂടുതൽ ആളുകൾക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ മയക്കുമരുന്ന് ഇടപാടുകളിൽ പങ്കെടുത്തിരുന്നു, അല്ലെങ്കിൽ കണ്ണികളായി എന്ന ആരോപണം അവർ മുന്നോട്ട് വെക്കുന്നു. സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. കുറ്റക്കാരായ മുഴുവൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി MK റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. റാമിനെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഡോക്ടർ റാമിനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇത്തരത്തിൽ റാമിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 3 ദിവസം പോരെ എന്ന് കോടതി ചോദിച്ചു. ഇതിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് വിശദമായ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് 5 ദിവസത്തെ കസ്റ്റഡിയിൽ തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഏതായാലും കോടതി 5 ദിവസത്തെ കസ്റ്റഡിയിൽ ഇപ്പോൾ റാമിനെ വിട്ടിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച റാമിനെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ റാമിനെ എത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വരുന്ന ദിവസം ക്രൈംബ്രാഞ്ച് കടന്നേക്കാം. ഏതായാലും കുടകിൽ നിന്നും റാമിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ ഈ ഒരു നിതിൻ രാജ് മരിക്കാനിടയായ സംഭവത്തിൽ താൻ ഉത്തരവാദിയല്ല, ഏതെങ്കിലും തരത്തിൽ നിതിൻ രാജോട് മോശമായി പെരുമാറിയിട്ടില്ല, മാത്രമല്ല താൻ ഒരു കർക്കശക്കാരനായ അധ്യാപകരാണ്, അതുകൊണ്ട് തനിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് വിരോധമുണ്ടാകും, ആ ഒരു വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മൊഴികൾ നൽകിയെന്ന് ഒക്കെയുള്ള കാര്യങ്ങളാണ് റാം നേരത്തെ പറഞ്ഞിരുന്നത്. ഏതായാലും 2ാം അന്വേഷണത്തെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വിശദമായി റാമിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ കേസിൽ റാമുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യക്തതകൾ വരുത്തേണ്ടതുണ്ട്. നേരത്തെ റാമിനെ അറസ്റ്റ് ചെയ്തതിൽ വലിയ വീഴ്ച അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അതിൽ ഹൈക്കോടതി വരെ രൂക്ഷമായ വിമർശനം അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPക്കെതിരെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച ഈ കേസിൽ ഇനി സംഭവിക്കാതിരിക്കാൻ റാമിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഈ കേസിൽ റാം പറഞ്ഞത് ഈ നിതിൻ രാജ് ജീവനൊടുക്കുന്ന സമയത്ത് താൻ കോളേജിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ ഏറ്റവും അവസാനമായി നിതിൻ രാജ് ജീവനൊടുക്കുന്നതിന് മുമ്പ് ഉണ്ടായ ആ ദൃശ്യങ്ങൾ, അതിൻ്റെ പുറത്ത് ഈ ഒരു പ്രിൻസിപ്പലിൻ്റെ മുറിയുടെ പുറത്ത് റാം ഉണ്ടായി എന്നാണ് അവിടെയുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലെല്ലാം ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം നിതിൻ രാജിനെതിരെ അധ്യാപിക പരാതി നൽകിയ സംഭവത്തിൽ ഈ ഒരു റാമിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിലും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് റാമിനെ ഇനിയുള്ള മണിക്കൂറുകളിൽ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച്. ഈ കേസിൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. നേരത്തെ ഉണ്ടായ പാളിച്ചകൾ അല്ലെങ്കിൽ വീഴ്ചകൾ അത് ഇനി അങ്ങോട്ട് ഉണ്ടാകാതിരിക്കണം. അതിന് കൃത്യമായ അന്വേഷണം, നിയമോപദേശം ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടാണ് ഇതിൽ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പേരെ ഇതിൽ അറസ്റ്റ് ചെയ്യാനുണ്ട്. അത്തരം നടപടികളിലേക്ക് ഇനി ക്രൈംബ്രാഞ്ച് സംഘം കടക്കുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും റാമിനെ കുരുക്കു മുറുകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ള
വിശദമായ ചോദ്യം ചെയ്യലായിരിക്കും ഇന്ന് ഉൾപ്പെടെയുള്ള ഇനി വരുന്ന 5 ദിവസം ഉണ്ടാവുക. ഇതിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടായേക്കും. കണ്ണൂരിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. കാക്കനാട് യുവാക്കളെ ആക്രമിച്ച കേസിൽ പ്രതികൾ പോലീസിന്റെ പിടിയിലായി. കളമശ്ശേരി സ്വദേശി ഷെഫിൻ, പൂക്കാട്ടുപടി സ്വദേശി ഫഹദ്, കോഴിക്കോട് സ്വദേശി ബെന്നി എന്നിവരാണ് യുവാക്കളെ ആക്രമിച്ചത്. വിവാഹ ചടങ്ങിന് സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്ന യുവാക്കളെയാണ് ഗുണ്ടാ സംഘം ആക്രമിച്ചത്. കാറിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, നിസാര കാര്യത്തിനാണ് യുവാക്കളെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? പോലീസിന്റെ നടപടികൾ എങ്ങനെ പുരോഗമിക്കും? രേണുക, കോഴിക്കോട് നിന്നാണ് പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. SHO ഉച്ചയ്ക്ക് ശേഷമേ ഹാജരാവുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ചോദ്യം ചെയ്യലുണ്ടാകുക. എന്തായാലും പ്രതികൾ ഇപ്പോൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ വലിയ നമുക്ക് അങ്ങേറ്റം ഭീതി തോന്നുന്ന തരത്തിലുള്ള മർദ്ദന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. ആ ചെറിയ കുട്ടികളാണ്, 22, 24 വയസ്സുള്ള ചെറിയ കുട്ടികളാണ്. അവർക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. പ്രത്യേകിച്ചും അതിൽ ഒരാൾ ഇപ്പോഴും അബോധാവസ്ഥ തരണം ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട്. അത് സർജറി മൂലം നീക്കം ചെയ്യണം എന്നുള്ള നിലപാടിലാണ് ആശുപത്രി അധികൃതർ. പക്ഷേ സർജറി ഇല്ലാതെ നീക്കം ചെയ്യാമോ എന്നുള്ള കാര്യത്തിൽ അവർ മറ്റ് ചികിത്സാ രീതികളും നോക്കുന്നുണ്ട്. എന്തായാലും അയാൾ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് നിലവിൽ ആശുപത്രിയിൽ പ്രവീൺ എന്ന് പറയുന്ന അച്ചു ഉള്ളത്. അതേസമയം അതിനൊപ്പം തന്നെ 2 പേര്, നിസാം, ഷാഫി, 2 പേരും ഈ 2 പേർക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ഗുരുതരമായ പരിക്കുകളാണ് ഇവർക്കൊക്കെ ഏറ്റിട്ടുള്ളത്. നമ്മുടെ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ കുട്ടികളെ മർദ്ദിക്കുന്ന ഷെഫിൻ ഈ ഇവിടുത്തെ സ്പാർട്ടൺ എന്ന് പറയുന്ന ഒരു മാർഷൽ അക്കാദമിയിലെ ട്രെയിനറാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അത്തരത്തിലുള്ള, അതായത് ഇവര് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ വലിയ അതായത് അക്രമമാണ് കുഞ്ഞുങ്ങളോട് കാണിച്ചിട്ടുള്ളത് എന്നുള്ള പരാതി തന്നെയാണ് അവരുടെ പിതാവ് അല്പം മുൻപ്, ഷാഫിയുടെ പിതാവ് സിദ്ദീഖ് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയത് എങ്ങനെയാണ്. എന്തായാലും നമുക്കറിയാം, ഈ മർദ്ദനത്തിന് ഇരയായ കുട്ടികൾ ഒരു വിവാഹത്തിന് പോയ ശേഷം തിരിച്ചു വരുന്ന വഴിയാണ്. അതായത് ഇത് ഇവരുടെ സുഹൃത്തിന്റെ വിവാഹമായിരുന്നു. അതിനുശേഷം വരനെ വീട്ടിലെത്തിച്ച ശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഇത്തരത്തിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമുണ്ടായത്. അത് എന്താണ് ചേട്ടാ സംഭവിച്ചതെന്ന് മറ്റുള്ളവരോട്, ഈ ബൈക്കിൽ വന്ന ഈ കുട്ടികൾ തമ്മിലായിരുന്നില്ല, കുട്ടികളും അല്ലെങ്കിൽ ഈ മർദ്ദനം നടത്തിയ ആളുകളും തമ്മിലായിരുന്നില്ല പ്രശ്നമുണ്ടായിരുന്നത്, മറ്റ് 2 വാഹനങ്ങൾ തമ്മിലായിരുന്നു. അവർ ചോദിച്ചതാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചതാണ്. അതിനുള്ള മറുപടിയാണ് നമ്മളെ ദൃശ്യങ്ങളിൽ കണ്ട ക്രൂര മർദ്ദനമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുട്ടികളെ നമുക്കറിയാം, ഫുട്ബോൾ തട്ടുന്നത് പോലെയാണ് ആ നിലത്ത് വീണ കുട്ടിയെ വീണ്ടും അവന്റെ തലയിൽ തട്ടുന്നത്. ഒരാളെ ഓടിച്ചിട്ട് തള്ളുന്നു. അങ്ങനെ അതായത് അവരെ കൊണ്ട് താങ്ങാവുന്നതിനപ്പുറത്തേക്കുള്ള മർദ്ദന മുറകളായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ നേരെ അഴിച്ചുവിട്ടത് എന്നാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട പരാതി. ഈ കുട്ടികൾ അത്തരത്തിൽ ഈ പറയുന്നത് പോലെ അക്രമാസക്തരാവുകയോ അതല്ലെങ്കിൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന ആളുകളല്ല. പക്ഷെ അതേസമയം ഈ വാഹനത്തിലെത്തിയവർ, അതായത് കാപ്പ ചുമത്തിയ ആൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളത്. അവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ ക്രമങ്ങൾ ആരംഭിക്കാൻ SHO ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അല്പസമയത്തിന് ശേഷമാണ് അത് ഉണ്ടാവുക. ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ഇവരെ ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിൽ വിശദമായ അന്വേഷണം വേണമെന്ന് PSC ആഭ്യന്തര വിജിലൻസ്. തട്ടിപ്പിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. പ്രതിസ്ഥാനത്ത് പരീക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് PSC യോഗത്തിൽ വെച്ചു. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാൻ, ഏറെ വിവാദമായിരുന്നു ഈ ആഭ്യന്തര വിജിലൻസിനെ അന്വേഷണം ഏൽപ്പിക്കാത്തതുൾപ്പെടെ. ഇപ്പോൾ അന്വേഷണം ആദ്യ റിപ്പോർട്ട് വരുമ്പോൾ തന്നെ വലിയ ഗൗരവം ഈ വിഷയത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ്. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് PSC ആഭ്യന്തര വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലെ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് ഇന്ന് ചേർന്ന PSC യോഗത്തിൽ വെച്ചത്. ഇതിൽ ഗുരുതരമായ ചില പരാമർശങ്ങൾ ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടുകളെ കുറിച്ചുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നിലവിൽ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെന്ന കാര്യം, പരീക്ഷാ ഭവനിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായതാണ്. പക്ഷേ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷയത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്
എന്നാണ് ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രധാനമായി പരാമർശിക്കുന്നത്. ആ പരാമർശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് PSC യോഗം പരിഗണിക്കുന്നത്. ആ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം അംഗങ്ങളുടെയും അതോടൊപ്പം ചെയർമാന്റെയും വിശദമായ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാകും തുടരന്വേഷണം. നിലവിൽ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന് സമാന്തരമായി ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം തുടരണമോ വേണ്ടയോ അതോ മറ്റേതെങ്കിലും നടപടികളിലേക്ക് കടന്നാൽ മതിയോ എന്ന കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഈ വീഴ്ച വരുത്തിയ പരീക്ഷാ ഭവനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിക്ക് PSC യോഗം ശുപാർശ ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്ര സർക്കാർ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കോക്രോച്ച് പാർട്ടിയുടെ ഡൽഹി സമരത്തിനിടെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിപക്ഷം ഇരുസഭകളിലും പ്രതിഷേധമുയർത്തി. സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. മനു, CJP സമരം പിൻവലിച്ചതിന് ശേഷം സഭ ചേരുമ്പോഴും സഭ പ്രക്ഷുബ്ധമാണ്. എന്തൊക്കെ വിഷയങ്ങളിലാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധം തുടരുന്നത്? രേണുക, പ്രതിപക്ഷത്തിന് ഒറ്റ നിലപാടാണ്. ഈ വിഷയത്തിൽ അമിത്ഷായെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച സാഹചര്യത്തിൽ ഇന്ന് പ്രതിപക്ഷം ടാർഗറ്റ് ചെയ്തതും അമിത്ഷായെയാണ്. അമിത്ഷാ ഈ വിഷയത്തിൽ ഒരു മറുപടി പറയണം. 20-ാം തീയതി നടന്ന പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായത്. പെല്ലറ്റ് ഗണ്ണുകൾ അടക്കം ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ പരിക്കേൽപ്പിച്ചു. ഇത് ഗുരുതരമായ ഒരു സാഹചര്യമാണ് എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയം രാജ്യസഭയിൽ മല്ലികാർജുൻ ഖർഗെയാണ് ഉന്നയിച്ചത്. രാജ്യസഭയുടെ 267-ാം റൂൾ പ്രകാരം ഒരു അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യണം, മറ്റ് നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നൊരു പ്രക്ഷേപം ആണ് കോൺഗ്രസ് അവതരിപ്പിച്ചത്. പക്ഷേ അതിന് അവിടെ അനുമതി ലഭിച്ചില്ല. സഭാനാഥൻ അതിന് അനുമതി നൽകിയില്ല. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ് സഭ നിയന്ത്രിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അത് അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിലേ അനുവദിക്കാൻ കഴിയുമെന്ന് നേരത്തെ തന്നെയുള്ളൊരു നിയമമാണ് രാജ്യസഭയിൽ. അത് അങ്ങനെ വന്നാൽ മാത്രമേ റൂൾ 267 പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതുകൊണ്ട് ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കി. തുടർന്ന് സഭ പ്രക്ഷുബ്ധമായി. ലോക്സഭയിലും അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരാണ് നൽകിയത്. പക്ഷേ ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ തന്നെ സഭ പ്രക്ഷുബ്ധമായി. അതിനെ തുടർന്ന് ചോദ്യോത്തരവേള അനുവദിക്കണം എന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. പക്ഷേ അതിന് വഴങ്ങിയില്ല പ്രതിപക്ഷം. തുടർന്ന് സഭ ആദ്യം 12 മണി വരെയും പിന്നീട് 12 മണിക്ക് സമ്മേളിച്ചപ്പോൾ വീണ്ടും പ്രക്ഷുബ്ധമാകുന്നൊരു സാഹചര്യമുണ്ടായി. ഉടൻ തന്നെ ഈ പബ്ലിക് എക്സാമിനേഷൻ അമെൻമെൻറ്റ് ബിൽ ടേബിൾ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സഭയിൽ വെച്ചതിന് ശേഷം മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ഉടൻ തന്നെ ഈ സഭ വീണ്ടും 2 മണിവരെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അമിത്ഷാ ഒരു മറുപടി പറയുന്നതുവരെ ഈ സഭ നടക്കില്ല എന്ന് തറപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. BJP സർക്കാരിനെയും പോലീസിനെയും രൂക്ഷമായി വിമർശിച്ച് നടി ലിജോ മോൾ ജോസ്. CJP പ്രതിഷേധത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ആളാണ് താൻ. സമാധാനപരമായി നടത്തിയ പ്രതിഷേധത്തെ പോലീസും ഗവൺമെന്റും ചേർന്ന് ക്രൂരമായിട്ടാണ് നേരിട്ടത്. പലതവണ ഉന്നയിച്ച ആവശ്യങ്ങൾ ഗവൺമെന്റ് കേൾക്കാത്തതുകൊണ്ട് മാത്രമാണ് കുട്ടികൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നതെന്നും ലിജോ മോൾ പ്രതികരിച്ചു. ഉന്മാദം സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് ലിജോ മോളുടെ പ്രതികരണം. നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. കാരണം അവര് വളരെ സമാധാനപരമായിട്ട് കുട്ടികള് ഒരു മൂവ്മെന്റ്, ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു പ്രകോപനവും ഇല്ലാതെ ഗവൺമെന്റ് അതിനെ ഭയങ്കര ക്രൂരമായ രീതിയിലാണ് അല്ലെങ്കിൽ ബ്രൂട്ടലായിട്ടാണ് അതിനെ അടിച്ചമർത്തുന്നത്. അത് അവരതിനെ ഒരു ത്രെട്ടായിട്ട് കാണുന്നതുകൊണ്ടാണ്. പക്ഷെ അതൊരിക്കലും ഒരു ത്രെട്ടല്ല. ഇത് ഇന്നൊരു ദിവസം എല്ലാരും കൂടി തീരുമാനിച്ച് തെരുവിൽ ഇറങ്ങി തുടങ്ങിയതല്ല. പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ഒരു കാര്യമല്ല ഇത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ ഗവൺമെന്റ് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവരവരുടെ തെറ്റ് അംഗീകരിക്കാനോ അത് തിരുത്താനോ തയ്യാറാവുന്നില്ല. അപ്പൊ നമുക്ക് വേറെ മാർഗമില്ല എന്നുള്ള തിരിച്ചറിവിലാണ് ഇങ്ങനെയുള്ള മൂവ്മെന്റുകളും പ്രൊട്ടസ്റ്റുകളും ഉണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ കേൾക്കാൻ നിൽക്കണം. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കാൻ പോലും നിൽക്കാതെ അവരെ കേൾക്കാൻ ആദ്യമേ തയ്യാറാവുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം, അത് ഏത് ഗവൺമെന്റ് ആയാലും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ആദ്യം അവർ കേൾക്കണം. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഇപ്പൊ നടക്കുന്ന മൂവ്മെന്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് എനിക്കൊരു പ്രഷർ, എനിക്കെന്നല്ല ആർക്കും അതൊരു പ്രഷർ ആവാൻ പാടില്ല.
തമിഴ് നടൻ ധനുഷ് രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങുന്നതായി സൂചന. ആരാധകരുടെ ഒത്തൊരുമ ജനസേവനത്തിനായി വിനിയോഗിക്കണമെന്ന് താരം ആവശ്യപ്പെട്ടതോടെയാണ് തമിഴകത്ത് പുതിയ ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നത്. തമിഴകത്ത് പുതിയ ഒരു രാഷ്ട്രീയ ചർച്ചകൾ കൂടി ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തമിഴകത്തിന്റെ പ്രിയ നടൻ കൂടിയായ ധനുഷാണ് ഈ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ആരാധകരുടെ ഒത്തൊരുമ ജനസേവനത്തിനായി വിനിയോഗിക്കണം, തന്റെ ആരാധകരുടെ കൂട്ടായ്മ ജനസേവനത്തിനായി വിനിയോഗിക്കണം എന്നുള്ള ധനുഷിന്റെ പുതിയ പ്രസ്താവനയാണ് ഈ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ ഇടം കുറിച്ചിരിക്കുന്നത് എന്ന് പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിഞ്ഞ ദിവസം തന്റെ ആരാധക കൂട്ടായ്മ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ സംസാരിക്കവെയാണ് വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിൽ സംസാരിക്കുകയാണ് ധനുഷ് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. സിനിമാപരമായ ആഘോഷങ്ങൾക്കപ്പുറം സമൂഹത്തിൽ സജീവമായ സേവന പ്രവർത്തനങ്ങൾ നടത്തണം എന്നും ധനുഷ് തന്റെ ആരാധകരോട്, തന്റെ ഫാൻ ബേസിനോട് ആഹ്വാനം ചെയ്യുന്ന കാഴ്ചയും തമിഴ് ജനത കാണുകയാണ്. വളരെയധികം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. ഈ ഒരുമയ്ക്ക് വലിയൊരു ശക്തിയുണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ ധനുഷ് പറയുകയാണ്. ഈ ശക്തിക്ക് കൃത്യമായ ഒരു ലക്ഷ്യം നൽകണം എന്നും ധനുഷ് ചൂണ്ടിക്കാട്ടുന്നു. ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ ഇടപെടണം എന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം എന്നും ധനുഷ് ചൂണ്ടിക്കാട്ടുകയാണ്. നിങ്ങളുടെ പ്രദേശത്തെ ജനങ്ങളുടെയും കുടുംബങ്ങളുടെയും ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുക, അവരെ സഹായിക്കുക, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ അവർക്കായി ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനത്തിലേക്കുള്ള ധനുഷിന്റെ ചുവടുവെപ്പാണോ എന്നുള്ള വിലയിരുത്തൽ പല കോണുകളിൽ നിന്നും ഉയരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും ഈ പ്രസംഗത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വൈറലാണ്. നമുക്കറിയാം, വിജയ് തമിഴക രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കുകയും കേവലം 2 വർഷങ്ങൾ കൊണ്ട് തമിഴകത്തിന്റെ അധികാര കേന്ദ്രമായി മാറുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. ആ വഴിയാണോ ധനുഷ് സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. ചില ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചില കമന്റുകൾ നടത്തുന്നുണ്ട്. വിജയെ പോലെ ഒരു നടന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാമെങ്കിൽ എന്തുകൊണ്ട് തനിക്ക് ഇറങ്ങിക്കൂടാ എന്നായിരിക്കും ധനുഷ് ചിന്തിച്ചിരിക്കുന്നത് എന്നാണ് ചില ആളുകൾ അത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. മറ്റൊരു ചില ഇതുമായി ബന്ധപ്പെട്ട് ധനുഷിന്റെ ആരാധകരും വളരെ ആവേശത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും തമിഴക രാഷ്ട്രീയം നമുക്കറിയാം സിനിമയുമായി എന്നും ചേർന്ന് കിടക്കുന്ന ഒന്നാണ്. അവിടെയാണ് ധനുഷ് എന്ന നടൻ തൻ്റെ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. സാധാരണ രാഷ്ട്രീയ പ്രവേശനം ആരംഭിക്കുന്ന അല്ലെ കുതിക്കുന്ന നടന്മാരൊക്കെയാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. വിജയും സമാനമായി തന്നെ ഒരു പരിപാടിയിൽ തൻ്റെ ലക്ഷ്യം ജനസേവനവുമാണ് എന്ന തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുകയും മറ്റും ചെയ്തത്. സമാന വഴിയാണോ ധനുഷ് സ്വീകരിക്കുന്നത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ തമിഴകത്ത് ഉയരുന്നത്. നടി ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ അൻസിബയുടെ മൊഴി എറണാകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തും. ഇതിനായി അടുത്ത മാസം 29-ന് അൻസിബ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സമൂഹമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അൻസിബയുടെ പരാതി. എന്നാൽ പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരുന്നില്ല. അതേസമയം മറ്റൊരു കേസിൽ അഡ്ഹോക് കമ്മിറ്റിയുമായി മുന്നോട്ടു പോകാനില്ല എന്ന് എറണാകുളം മുൻസിഫ് കോടതിയെ രമേശ് പിഷാരടി അറിയിച്ചു. നവമി ദിനേശ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, എന്തൊക്കെയാണ് താരസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ നടക്കുന്നത്? രേണുക, ഇന്ന് കോടതിയിൽ രണ്ട് ഹർജികളായിരുന്നു പരിഗണിച്ചത്. ആദ്യത്തേത് ലക്ഷ്മിപ്രിയക്കെതിരെ അൻസിബ നൽകിയ പരാതി, അതായത് ഒരു മാധ്യമത്തിലൂടെ ഓൺലൈൻ ചാനലിലൂടെ ലക്ഷ്മിപ്രിയ അൻസിബയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തിയെന്നായിരുന്നു പാലാരിവട്ടം പോലീസിന് അൻസിബ നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞത്. പക്ഷേ അത് അന്വേഷിച്ച പോലീസ് കണ്ടെത്തിയത് അതിൽ അപകീർത്തികരമായിട്ടുള്ളതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ വീഡിയോയിൽ നിന്നും ഉള്ളടക്കം പരിശോധിച്ചതിൽ നിന്നും ലക്ഷ്മിപ്രിയയ്ക്കോ ശ്വേത മേനോന് അതിന്റെ അവതാരകനോ എതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു പാലാരിവട്ടം പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അതിനെതിരെയാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. കോടതി നേരിട്ട് പോലീസിനോട് ഇത് നിർദ്ദേശം നൽകണം, കേസെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നായിരുന്നു അൻസിബ ആവശ്യപ്പെട്ടത്. ആ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചു. ആ പരിഗണിച്ച കോടതി അത് 26-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അൻസിബയോട് നേരിട്ട് ഹാജരാകാൻ, അതായത് മൊഴി നൽകുന്നതിന് വേണ്ടി നേരിട്ട് ഹാജരാകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന്, അഡ്ഹോക് കമ്മിറ്റിക്ക് എതിരെ ശ്വേതാ മേനോൻ നൽകിയ പരാതി. ആ പരാതി ഇന്ന് പരിഗണിച്ചപ്പോൾ രമേശ് പിഷാരടിയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയെ അറിയിച്ചത് രമേശ് പിഷാരടിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഈ കേസിൽ നിന്നും പിൻവാങ്ങുകയാണ്. പ്രത്യേകിച്ച് ശ്വേതാ മേനോൻ നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായി
തെരഞ്ഞെടുത്തത് രമേശ് പിഷാരടിയായിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് രമേശ് പിഷാരടി അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, കേസിൽ നിന്നും പിന്മാറുകയാണെന്നാണ് രമേശ് പിഷാരടി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കോടതി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഈ ഹർജി പരിഗണിക്കുമ്പോൾ രമേശ് പിഷാരടി അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ശ്വേതാ മേനോന്റെ നിലപാട് കൂടി അറിയിച്ചതിന് ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് കോടതി കടക്കുകയുള്ളൂ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോടതിയുടെ തുടർ നടപടി എന്ത് എന്നത് ഇന്നറിയാം. LGBTQ+ അഭിവാജ്യ ഘടകമെന്ന് RSS. രാജ്യം പണ്ടേ അവർക്ക് ഇടം നൽകിയെന്നും അവരും മനുഷ്യരാണെന്നും RSS തലവൻ മോഹൻ ഭാഗവത് പറഞ്ഞു. തെലങ്കാനയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LGBTQ+ സമൂഹത്തെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്തമായ നിലപാട് വ്യക്തമാക്കുമ്പോഴും സംഘടനകൾ അവരുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴുമാണ് RSS വളരെ വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. LGBTQ+ സമൂഹം ഇന്ത്യൻ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് RSS മേധാവി കൂടിയായ മോഹൻ ഭാഗവത് വ്യക്തമാക്കുന്നത്. അവരെ ഒരു കാരണവശാലും പാർശ്വവൽക്കരിക്കരുത് എന്നും അദ്ദേഹം പറയുന്നു. വിശാലമായ സാമൂഹിക ജീവിതമാണ് നമ്മുടേത്. സ്വാഭാവികമായും രാജ്യത്ത് അവർക്ക് അവരുടേതായ സ്ഥാനമുണ്ട് എന്ന് മോഹൻ ഭാഗവത് വ്യക്തമാക്കുകയാണ്. ലോകമെമ്പാടുമുള്ളതാണ് LGBTQ+ സമൂഹം എന്നുള്ളത് പ്രത്യേകതയായി തന്നെ കാണണം. അതിനാൽ അവർക്ക് ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് വാദിക്കാൻ കഴിയില്ല എന്നും മോഹൻ ഭാഗവത് അവർ ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് വാദിക്കാൻ കഴിയില്ല എന്നും മോഹൻ ഭാഗവത് വ്യക്തമാക്കുകയാണ്. അവരും മനുഷ്യരാണ്, നമ്മുടെ ഇടയിലും പണ്ട് മുതലേ അവരുണ്ടായിരുന്നു. ചിലർ അങ്ങനെ പലവിധ സവിശേഷതകളോടുകൂടിയാണ് ജനിക്കുന്നത്. അവരെ ആ സവിശേഷതകളുടെ പേരിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ പാടില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് RSS എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിലെ ഈ സവിശേഷതകളൊക്കെ പിന്നീടാണ് പലപ്പോഴും വ്യക്തമാകുന്നത്. ആ സമയത്തേക്ക് അവർ നമ്മുടെ സമൂഹമായി ഇഴുകിച്ചേർന്ന് പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരും. പക്ഷേ അവരുടെ ഈ സവിശേഷതകൾ തിരിച്ചറിയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കരുത് എന്ന ആവശ്യം RSS മുന്നോട്ട് വെക്കുകയാണ്. അവരെ താഴ്ന്ന കണ്ണുകളോടെ കാണരുത് എന്ന് നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നുണ്ട് എന്നും RSS മേധാവി വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നുണ്ട്. സ്ത്രീയും പുരുഷനും അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീയും പുരുഷനും ഒന്നിച്ചു നിന്നാൽ മാത്രമേ പരസ്പരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ചില സമയങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ, സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള ചർച്ചകളൊക്കെ കാര്യമായി കേൾക്കാറുണ്ട്. പക്ഷേ പുരുഷന്മാരെ അനുകൂലിക്കുന്നവർ പുരുഷനാണ് എന്ന് പറയും, സ്ത്രീകളെ അനുകൂലിക്കുന്നവർ സ്ത്രീകളാണ് എന്ന് പറയും. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പലരും പങ്കുവെക്കുന്നത്. പക്ഷേ അപ്പോഴും ഇത് ഉയർന്നവരും താഴ്ന്നവരും തമ്മിലുള്ള തർക്കമാണ് എന്ന് RSS മേധാവി ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീകൾ ശ്രേഷ്ഠരാണ്, അവരെ എന്തിനാണ് കുടുംബങ്ങളിൽ അടിമകളെ പോലെ അവർ കഴിയുന്നത് എന്ന ചോദ്യം കൂടി RSS മേധാവി മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം അവരെ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്ന വിവാഹ ബന്ധങ്ങൾ, അത്തരം ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നും RSS മേധാവി വ്യക്തമാക്കുകയാണ്. ഏതായാലും പുരുഷന്മാർക്ക് എല്ലാം കഴിയും, എല്ലാം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ സ്ത്രീകൾക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് മിഥ്യാധാരണയാണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം വിജയകരമായി നടക്കണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് വേണം അത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ എന്നും അത് അനിവാര്യമാണ് എന്നും RSS മേധാവി ചൂണ്ടിക്കാട്ടുകയാണ്. നാഥുല പാസ് വീണ്ടും തുറക്കുന്നു. നാഥുല പാസ് വഴിയുള്ള ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരം ഓഗസ്റ്റ് 1 മുതൽ പുനരാരംഭിക്കും. കോവിഡ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് 2020 മുതൽ നിർത്തിവെച്ച വ്യാപാരമാണ് 6 വർഷത്തിന് ശേഷം വീണ്ടും ആരംഭിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ സിൽക്ക് റൂട്ട് തുറക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം സമ്പദ് വ്യവസ്ഥയ്ക്കും ഇത് നേട്ടമാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. PG സജിത്ത് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, വ്യാപാര വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവാകും ഈ തീരുമാനം എന്നതാണ് കരുതപ്പെടുന്നത്. അതിനൊപ്പം ഇന്ത്യ ചൈന ബന്ധത്തിൽ വലിയ ഒരു ഊഷ്മളതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയാണോ? രേണുക, അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ചൈന ബന്ധത്തിൽ വലിയ രീതിയിലുള്ള പുതിയ നീക്കങ്ങൾ ഉണ്ടാവുന്നു. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങൾക്കിടയിലെയും വ്യാപാരം പുതിയ രീതിയിലേക്ക് കടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം നടന്ന ഇരു രാജ്യങ്ങൾക്കിടയിലെ ചർച്ചയാണ് സുപ്രധാനമായി ഈ നീക്കത്തിന് വഴി തുറന്നത്. അജിത് ഡോവലും ഒപ്പം തന്നെ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച നീക്കങ്ങൾ ഉണ്ടായത്. അതായത് ഹിമാലയം വഴിയുള്ള 3 പ്രധാനപ്പെട്ട ഹിമാലയം പാതകൾ തുറന്നു കൊടുക്കുക എന്നൊരു നീക്കം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഴയ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായ നാഥുല പാസ്. നേരത്തെ കൈലാസ് മാനസരോവർ യാത്രകൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ കൂടിയും വ്യാപാര ബന്ധങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുത്തിരുന്നില്ല. 6 വർഷത്തിന് ശേഷമാണ് ഇത് വീണ്ടും തുറന്നു കൊടുക്കാനുള്ള ഈ നീക്കം ഉണ്ടാവുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് നാഥുല പാസാണ്, മറ്റൊന്ന്
ഇത് ഷിപ്കില, ഹിമാചൽ പ്രദേശിലെ ഷിപ്കില, ഒപ്പം തന്നെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ആ പാത തുറന്നു കൊടുക്കപ്പെടുന്നു. മറ്റൊന്ന് ലിപുലേഖ്, ഉത്തരാഖണ്ഡ് വഴിയുള്ള ലിപുലേഖ്. ഈ 3 പാതകൾ കൂടിയാണ് തുറന്നു കൊടുക്കാനുള്ള നീക്കമുണ്ടാവുന്നത്. ഇതിൽ ആദ്യത്തെ നീക്കമാണ് നാഥുല പാസ്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തെ തുടർന്ന് അടച്ചിട്ട പാത 2006 ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് 2006 തുറന്നു കൊടുക്കപ്പെടുന്നത്. പിന്നീട് 2020 വരെ സുഗമമായി ഈ വഴിയുള്ള വ്യാപാരം നടന്നിരുന്നു. ഒടുവിൽ കോവിഡ് വന്നതിനെ തുടർന്ന് 6 വർഷം മുമ്പ് നിർത്തിവെച്ച വ്യാപാര ബന്ധമാണ് പുനരാരംഭിക്കുന്നത്. ടിബറ്റും സിക്കിമും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാത ചൈനയുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ തന്നെ, ഒപ്പം തന്നെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളും പരസ്പരം കൈമാറാൻ കഴിയുന്ന സാധ്യത തുറക്കുന്ന ഒരു പാത കൂടിയായി മാറുകയാണ്. എന്തായാലും മറ്റ് ഹിമാലയൻ പാതകൾ കൂടി വഴി തുറക്കുന്ന, വ്യാപാരത്തിന് വഴി തുറക്കുന്ന നീക്കങ്ങൾക്കും തുടക്കമിടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 14,000 അടി മുകളിലുള്ള ഒരു വ്യാപാര പാത കൂടിയാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിനോദസഞ്ചാര രംഗത്തും ഏറെ പ്രാധാന്യമുള്ളത് കൂടിയാണ്. ഒപ്പം പ്രാദേശിക വികസനത്തിനും ഇത് വഴി തുറക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയിലും കടുത്ത മഴക്കെടുതിയിലുമാണ് ഉത്തരേന്ത്യയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും. ഗുജറാത്തിൽ മഴയൊഴിഞ്ഞതോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങി. ദക്ഷിണ ഗുജറാത്ത്, അഹമ്മദാബാദ്, കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര, നാഗർ ഹവേലി എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ നിന്ന് സൈന്യം 790-ലധികം പേരെ രക്ഷപ്പെടുത്തി. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം മൂലം ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും ഇന്ന് അതിശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട്. EVM ഹാക്കിംഗ് തട്ടിപ്പ് ആരോപണത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് പരാതി നൽകി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. തെറ്റായ വാർത്തയാണ് മാധ്യമങ്ങൾക്ക് എത്തിച്ചതെങ്കിൽ അവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെടുന്നത്. MP പരാതി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് MP ഹോം മിനിസ്റ്റർക്ക് പരാതി കൈമാറുകയാണ്. വടകര കാഫിർ വിവാദം പോലെ ഇതിൻ്റെ സമഗ്ര വശങ്ങളും അന്വേഷിക്കണം. ഇത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണെങ്കിൽ ആരോപണം മാധ്യമങ്ങൾ കൊടുത്തവരെ പിടിക്കണം. ഇത് ശരിയാണെങ്കിൽ ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. നമ്മൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഈ ഹാക്ക് ചെയ്യുന്നതിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭണം രാഹുൽ ഗാന്ധി നയിച്ചാണ്. അപ്പം ഇവിടെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗൗരവമായി ഈ വിഷയം അന്വേഷിക്കണമെന്ന് ഞാൻ ഹോം മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു. തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവാവിനെ വെട്ടിക്കൊന്നത് മുൻ വൈരാഗ്യം മൂലമെന്ന് സ്ഥിരീകരിച്ച പോലീസ്. മുഖ്യപ്രതി പ്രദീപ് ഉൾപ്പെടെ 4 പേരെയും ചോദ്യം ചെയ്യുകയാണ്. 4 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട വിശാഖിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും. പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. 4 പേരെയാണ് വഞ്ചിയൂരിലെ പാൽക്കുളങ്ങരയിലുണ്ടായ വിശാഖിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരം പുലിയനാർകോട്ടയിൽ നിന്ന് പോലീസിന്റെ ഷാഡോ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ ഉടൻ തന്നെ AR ക്യാമ്പിൽ എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തി. അതിനുശേഷമാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാകും കോടതിയിൽ ഹാജരാക്കുക. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഇത് മുൻവൈരാഗ്യം തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്, കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകം എന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. കൊലപ്പെട്ട വിശാഖും മുഖ്യപ്രതിയായിട്ടുള്ള പ്രദീപും തമ്മിൽ ഏറെ നാളായി വസ്തു തർക്കവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും വൈരാഗ്യവും നിലനിന്നിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച തർക്കത്തിനിടയിൽ ഈ പ്രദീപിൻ്റെ കയ്യിൽ ഈ കുത്തി പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അന്ന് മാരകമായി പരിക്കേറ്റ പ്രദീപ് പിന്നീട് ചികിത്സ തേടുകയും ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ആരോഗ്യനില വീണ്ടെടുക്കുന്ന ഒരു സാഹചര്യം എത്തിയത്. അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്ന വിശാഖ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ജാമ്യത്തിലിറങ്ങിയത്. അതിനുശേഷം വീണ്ടും വിശാഖും അതോടൊപ്പം പ്രദീപും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയും ആ തർക്കത്തിനൊടുവിൽ ഇന്നലെ മലയൻകീഴിലെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക്, പാൽക്കുളങ്ങരയിലെ വീട്ടിലേക്ക് ഉച്ചഭക്ഷണം കഴിക്കാനെത്തിയ വിശാഖിന് നേരെ വഴിയിൽ തടഞ്ഞു നിർത്തി ഈ 4 പേർ അടങ്ങുന്ന സംഘം അക്രമം അഴിച്ചുവിടുകയായിരുന്നു. പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല വിശാഖിന്. കാരണം കൈവശമുണ്ടായിരുന്ന വടിവാളുകൾ ഉപയോഗിച്ച് കണ്ടാണ് വെട്ടി വീഴ്ത്തിയത്. കയ്യിലും അഴുത്തിലുമേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരൊക്കെ നൽകുന്ന സൂചന. മരിക്കണം എന്ന്, അതായത് കൊല്ലണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ആക്രമിച്ചത് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവ് വിശാഖിന്റെ ശരീരത്തിലുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് തന്നെ സംസ്കാരം നടക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഘത്തിൽ ഉൾപ്പെട്ട പ്രദീപും റൈസാൻ ഉൾപ്പെടെ 4 പേരാണുള്ളത്. ഇതിൽ 2 പേർ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ റൗഡി ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടർ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ മേഖലകളിലൊക്കെ സർവൈലൻസ് ശക്തമാക്കിയിരിക്കുകയാണ്.
തൃശൂർ വടക്കേക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും കൈവിലങ്ങുമായി ഓടി രക്ഷപ്പെട്ട വധശ്രമ കേസ് പ്രതി പിടിയിൽ. ചമ്മണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് ഷിഫാനാണ് ആണ്ടത്തോട് നിന്നും പിടിയിലായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മെഡിക്കൽ പരിശോധനയ്ക്കായി വടക്കേക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച സമയത്താണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഇരു കൈകളിലും ബന്ധിച്ചിരുന്ന വിലങ്ങ് ഒരു കൈയിലേക്ക് മാറ്റുന്നതിനിടെ ഇയാൾ പോലീസുകാരെ തള്ളി മാറ്റി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എറണാകുളം മൂവാറ്റുപുഴ വാളകം സ്കൂളിൽ സഹപാഠികൾ തമ്മിൽ സംഘർഷം. ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാക്കുതർക്കം കയ്യേറ്റത്തിലേക്ക് എത്തുകയായിരുന്നു. 4 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. മലപ്പുറം കുറ്റിപ്പുറം വാഹനാപകടത്തിൽ ഗതാഗത വകുപ്പ് അന്വേഷണം തുടങ്ങി. എൻഫോഴ്സ്മെന്റ് RTO, DCRB, ഡിവൈഎസ്പി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ അപകട സ്ഥലം സന്ദർശിച്ച് വാഹനം പരിശോധിച്ചു. അപകടത്തിന് വഴിവെച്ചത് എന്താണെന്ന് അറിയാൻ വിശദമായ അന്വേഷണം വേണമെന്നും വിവിധ വകുപ്പുകളുടെ സംയുക്ത സഹകരണത്തോടെയാകും ഇക്കാര്യം അന്വേഷിക്കുക എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുറ്റിപ്പുറം ബസ് അപകടത്തെക്കുറിച്ച് സർക്കാർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്ത് ഇന്ന് എൻഫോഴ്സ്മെന്റ് RTOയും അതുപോലെ DCRB, DVSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്തി വാഹനം പരിശോധിച്ചു. അതായത് അപകടത്തിന് ശേഷം ഉള്ള വാഹനത്തിൻ്റെ അവസ്ഥ, അതേപോലെ ആ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ അത് വീണ്ടെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒപ്പം ഈ പരിസര പ്രദേശത്തെ മറ്റ് ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്താണ് എന്ന് അറിയാനുള്ള വിശദമായ അന്വേഷണമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇതിൽ നിലവിൽ എന്താണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് ഇപ്പോൾ പറയാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിൽ ബസ്സിൻ്റെ വേഗത ഒരു ഘടകമാകാം, റോഡിൻ്റെ അശാസ്ത്രീയത മറ്റൊരു പ്രശ്നമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറുകൾ, യന്ത്ര തകരാറുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. കാലാവസ്ഥ വില്ലനായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് നിലവിൽ പരിശോധന ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഹ്യൂമൻ എറർ കൊണ്ടാണോ അതോ മെക്കാനിക്കൽ ഡിഫക്റ്റ് കൊണ്ടാണോ ഈ അപകടം സംഭവിച്ചതെന്നും, അതുകൂടാതെ പുറത്തുനിന്നുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ, റോഡിൻ്റെ ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. പരിശോധന നടത്തിയിട്ടുള്ളൂ, പല ഭാഗങ്ങളായിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ റിപ്പോർട്ട് ക്രോഡീകരിച്ചതിന് ശേഷമേ കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റുള്ളൂ. അത് പോസ്റ്റ് ക്രാഷ് അനാലൈസിസ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ പറഞ്ഞ പോലെ അത് റിപ്പോർട്ടാകുന്ന മുറയ്ക്ക് അറിയിക്കാം. ഇപ്പോൾ നിലവിൽ എല്ലാ ഡാറ്റകളും കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്പീഡുമായി ബന്ധപ്പെട്ട് പരിശോധന കൂടി നടത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കളക്ട് ചെയ്ത് ഒരു കൺക്ലൂഷനിലെത്താനേ പറ്റുള്ളൂ. പോലീസ് ഇതിനൊരു ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ നാറ്റ്പാക്കിലെ സയൻറ്റിസ്റ്റ് ഉണ്ട്, NHAയുടെ ആളുകളുണ്ട്, MVD ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആളുകൾ, അങ്ങനെ ഒരു പോലീസിലുള്ള ആളുകളും വെച്ച് ഒരു ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ എല്ലാവരും കൂടി ഇവിടെ ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് ബാക്കി ചെയ്യുന്നതാണ്. ഇനിയൊരു അപകടം ഈ മേഖലയിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളും ഈ അപകട കാരണം അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വയനാട്ടിലെ പനമരം കൈതക്കലിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം 45ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബസിന്റെ പിൻഭാഗത്തെ ടയറിനുണ്ടായ തകരാർ മൂലം നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണമെന്നാണ് നിഗമനം. ദേശീയപാതയിൽ യാത്രക്കാരുടെയും മറ്റ് വാഹനയാത്രക്കാരുടെയും ജീവന് ഭീഷണി ഉയർത്തി സ്വകാര്യ ബസ് ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗ്. കോഴിക്കോട് തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന KL 75F 1098 ശാസ്ത എന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നതിനിടയിൽ തുടർച്ചയായി മൊബൈൽ ഫോണിൽ സംസാരിച്ചത്. കുറ്റിപ്പുറത്ത് അടുത്തിടെ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കേവലം 100 മീറ്റർ മാത്രം മാറിയാണ് ഈ നിയമലംഘനം നടന്നത്. ഒരു കൈയിൽ ഫോൺ പിടിച്ച് ശ്രദ്ധയില്ലാതെ ബസ് ഓടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. റൂട്ടിൽ സ്വകാര്യ ബസ് ഡ്രൈവർമാർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് പതിവ് സംഭവമാണെന്ന് പ്രദേശവാസികളും യാത്രക്കാരും ആരോപിക്കുന്നു.
പയ്യന്നൂരിലെ 1 വയസ്സുകാരന്റെ മരണത്തിൽ ഡോക്ടർ അഞ്ജലി പൊതുവാളിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റിവെച്ചു. ഹർജി ഓഗസ്റ്റ് 7-ന് പരിഗണിക്കും. പ്രതി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. കൊയിലാണ്ടിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. നടേരി സ്വദേശി തെറ്റിക്കുന്ന് ബിജുവാണ് മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പുലർച്ചെയായിരുന്നു മരണം സംഭവിച്ചത്. കൊല്ലം ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഇടുക്കിയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ മലേറിയ രോഗം പടരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. കട്ടപ്പന കാഞ്ചിയാറിൽ കഴിഞ്ഞ ദിവസം മരിച്ച ജാർഖണ്ഡ് സ്വദേശിനിയുടെ ഭർത്താവിന് മലേറിയ സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഈ വർഷം 277 പേർക്ക് രോഗം ബാധിച്ചതായാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇടുക്കി ജില്ലയിൽ അതിഥി തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ഇടങ്ങളിലാണ് മലേറിയ പടരുന്നതായി കണ്ടുവരുന്നത്. ഈ വർഷം കഴിഞ്ഞ 3 മാസം കൊണ്ട് 277 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 3 പേർ ചികിത്സ തേടാതെ ആശുപത്രിയിൽ നിന്നും പോയതായും വിവരമുണ്ട്. കഴിഞ്ഞ ദിവസം കട്ടപ്പന കാഞ്ചിയാറിൽ മരിച്ച ജാർഖണ്ഡ് സ്വദേശിനിയുടെ ഭർത്താവിന് മലേറിയ സ്ഥിരീകരിച്ചു. അതേസമയം മരിച്ച യുവതിക്ക് മലേറിയ ബാധിച്ചിരുന്നോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ വ്യക്തമാവൂ. രോഗം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കട്ടപ്പന DVC യൂണിറ്റ് സംയുക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ പ്രദേശങ്ങളിലെ മുഴുവൻ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ വീടുകളിലും ഫീവർ സർവേ നടത്തി, പനി സർവേ നടത്തി, ഉറവിട ശീകരണ സോഷ്യലൈസേഷൻ നടത്തി, അതുപോലെ IRS ഇൻസെക്ടിസൈഡൽ റെസിഡ്യൂ സ്പ്രേ വീടിനകത്ത് കൊതുക് വന്ന് മറ്റ് പകരാനുള്ള സാധ്യത ഒഴിവാക്കാനുള്ള ലക്ഷ്യത്തോടെ IRS നടത്തി. അതുപോലെ അതിൻ്റെ കൂടെ ആ രോഗിയുടെ കൂടെ താമസിച്ചിരുന്ന 4 മുറികളിലായിട്ട് 5-8 പേര് താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കോൺടാക്ട് നിയർ, അവർക്ക് അസുഖം ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള കോൺടാക്ട് നിയർ എടുത്തു. ഇത്രയും പ്രതിരോധ പ്രവർത്തനങ്ങളും ആളുകൾക്ക് വേണ്ട ബോധവൽക്കരണ കാര്യങ്ങളുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഏലത്തോട്ടങ്ങളിൽ ഉൾപ്പെടെ പണിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ വിവരം ആരോഗ്യവകുപ്പിന്റെ പക്കലില്ല. ഇതുമൂലം രോഗബാധിതരെ കണ്ടെത്തി ചികിത്സ നൽകുവാനും പ്രതിസന്ധിയുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികൾ കേരളത്തിലെത്തുമ്പോൾ തന്നെ പരിശോധനകൾ നിർബന്ധമാക്കിയാൽ മാത്രമേ ഇത്തരം സാംക്രമിക രോഗങ്ങളുടെ വ്യാപനം തടയാനാവൂ. ന്യൂസ് 18 ഇടുക്കി. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിരിച്ചുവിട്ടതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. ശബരിമലയിലേക്കുള്ള നെയ് വിതരണത്തിൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് യൂണിയൻ പിരിച്ചുവിട്ടത് എന്നാണ് സർക്കാരിന്റെ നിലപാട്. മിൽമ ഫെഡറേഷൻ ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രേരിത നീക്കമെന്ന് ഇടത് ഭരണസമിതി ആരോപിക്കുന്നു. ശബരിമലയിൽ അരവണ നിർമ്മാണത്തിന് ഗുണനിലവാരം കുറഞ്ഞ നെയ്യ് വിതരണം ചെയ്തതുൾപ്പെടെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിരിച്ചുവിട്ടത്. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഈ മാസം 25-ന് ഭരണസമിതി പിരിച്ചുവിട്ട് ഉത്തരവിറക്കി. യൂണിയനിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. ശബരിമലയിലേക്കുള്ള ഗുണനിലവാരം കൂടിയ നെയ്യ് പാതി വഴിയിൽ മാറ്റി ഗുണനിലവാരം കുറഞ്ഞ നെയ്യ് ശബരിമലയിൽ എത്തിച്ചു. മാറ്റിയ നെയ്യ് വിപണിയിൽ വിറ്റ് കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടാക്കി എന്നിവയാണ് പ്രധാന ആരോപണങ്ങൾ. കഴിഞ്ഞ 4 വർഷത്തിലധികമായി ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതിയുടെ വ്യാപ്തി വലുതാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് പറയുന്നു. എന്നാൽ റിപ്പോർട്ടും പിരിച്ചുവിടലും പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമെന്നാണ് പിരിച്ചുവിടപ്പെട്ട ബോർഡിന്റെ ആരോപണം. നമ്മൾക്ക് 7 ദിവസം മുമ്പ് നോട്ടീസ് തരികയും നോട്ടീസിനുള്ള വിശദീകരണം കൊടുക്കുകയും ചെയ്തതിന് ശേഷം തെറ്റ് കണ്ടെത്തുമ്പോഴാണ് പിരിച്ചുവിടൽ നടപടി നടത്തുന്നത്. സാധാരണമായി ഇതൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഒരു നോട്ടീസ് പോലും കൈപ്പറ്റാതെ വരുമ്പോൾ ചെയർപേഴ്സന്റെ മുറി പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത് വളരെ അപലപനീയമാണ്. വളരെ സങ്കടം തോന്നിയ കാര്യമാണ്. ഇതെല്ലാം ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായ കളി നടത്തിയത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മാസം അവസാനം മിൽമ ഫെഡറേഷനിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. അത് ലക്ഷ്യമിട്ടുള്ള UDFന്റെ രാഷ്ട്രീയ നീക്കമാണിതെന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം. MD ആണ് ബോർഡിൽ ഈ വിഷയങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്. MD ഉദ്യോഗസ്ഥ തലത്തിൽ ന്യൂനതയുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓക്കെ, പക്ഷേ MD ആണ് ഇത് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളും അപ്രൂവ് ചെയ്തിരിക്കുന്നത് MD ആണ്. പിന്നെ MD പറയാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കമ്മിറ്റി ഉണ്ടാകണം. ഞങ്ങൾ അപ്പോൾ തന്നെ കമ്മിറ്റി ഉണ്ടാക്കി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കാണെന്നും ഇടതു ഭരണസമിതി പറയുന്നു. പിരിച്ചുവിടലിനെതിരെ കോടതിയെ സമീപിക്കുന്നതോടെ ഫെഡറേഷൻ തെരഞ്ഞെടുപ്പും അനിശ്ചിതത്വത്തിലാകും. ന്യൂസ് 18 തിരുവനന്തപുരം. വാഗമണ്ണിലെ മൊട്ടക്കുന്നിൽ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി കയ്യേറി ഭൂമാഫിയ. 2012-ൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് വീണ്ടും കയ്യേറ്റം നടന്നിരിക്കുന്നത്. തെറ്റായ നടപടികളിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ചാണ് കയ്യേറ്റം നടക്കുന്നത്. അതീവ പ്രാധാന്യത്തോടെ സംരക്ഷിക്കുന്ന വാഗമണ്ണിലെ മൊട്ടക്കുന്നിലാണ്
25 ഏക്കറോളം ഭൂമി കയ്യേറ്റക്കാർ പിടിച്ചെടുത്തത്. 80 കോടിയോളം രൂപ വില വരുന്ന ഭൂമിയാണ് നിലവിൽ കയ്യേറ്റക്കാരുടെ കയ്യിലുള്ളത്. പട്ടയ വിതരണത്തിന് വിലക്കുണ്ടായിരുന്ന 2001-ൽ 4 പ്രവാസി വ്യവസായികൾക്ക് ഈ ഭൂമിക്ക് പട്ടയം അനുവദിച്ചു. അമേരിക്കൻ പട്ടയം എന്ന പേരിലാണ് ഇതിനെ വിളിച്ചിരുന്നത്. മൊട്ടക്കുന്നുകൾക്ക് പട്ടയം നൽകാൻ പാടില്ലെന്ന വ്യവസ്ഥ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ലംഘിച്ചാണ് ഉദ്യോഗസ്ഥർ പട്ടയം അന്ന് നൽകിയത്. 2012 കയ്യേറ്റമെന്ന് കണ്ടെത്തിയ 150 ഏക്കറോളം ഭൂമി റവന്യൂ വകുപ്പ് തിരിച്ചുപിടിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ സ്ഥാപിച്ച ബോർഡ് പിഴുതുമാറ്റിയാണ് 25 ഏക്കറിൽ കയ്യേറ്റക്കാർ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ജൈവ സമ്പത്തിനെ കീറിമുറിച്ച് കയ്യേറ്റക്കാർ റോഡ് നിർമ്മിച്ചു. സ്വാഭാവിക നീരൊഴുക്ക് തടഞ്ഞ് പാറ പൊട്ടിച്ചു കയ്യേറ്റ ഭൂമിയിൽ കുളവും മൊട്ടക്കുന്നുകൾക്ക് നടുവിലായി 2 ഷെഡുകളും നിർമ്മിച്ചു. വാഗമണ്ണിലെ ഇൻഡോസിസ് പദ്ധതിക്ക് ശേഷം ഭൂമി KLD ബോർഡിനും വനം ടൂറിസം വകുപ്പുകൾക്കും കൈമാറാൻ സർക്കാർ തീരുമാനിച്ചിരുന്നെങ്കിലും ഭൂമി അളന്ന് അതിർത്തി തിരിക്കുന്നതിലുണ്ടായ കാലതാമസമാണ് കയ്യേറ്റക്കാർക്ക് അനുകൂല സാഹചര്യം ഒരുക്കിയത്. കയ്യേറിയ ഭൂമി റിസോർട്ട് മാഫിയയ്ക്ക് മുറിച്ചു വിൽക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ആഴ്ചകളായി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടും ഇതൊന്നും അറിഞ്ഞില്ലെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ഉടുമ്പൻചോലയിൽ ബധിരയും മൂകയുമായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. മധ്യപ്രദേശ് സ്വദേശിയായ റിമു ആണ് പിടിയിലായത്. വീടിന് സമീപം നിൽക്കുകയായിരുന്ന കുട്ടിയെ വായ പൊത്തി അടുത്തുള്ള ഏലക്കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ് അതിക്രമം നടത്തിയത്. പാലക്കാട് വാണിയംകുളത്ത് നായ പശുക്കിടാവിനെ കടിച്ചുകൊന്നു. കന്നുകാലി കച്ചവടക്കാരനായ പനിയൂർ സ്വദേശി പള്ളിശ്ശേരി പ്രഭാകരന്റെ തൊഴുത്തിൽ കെട്ടിയിരുന്ന 3 മാസം പ്രായമായ പശുക്കുട്ടിയെയാണ് കടിച്ചുകൊന്നത്. മറ്റൊരു പശുവിനെ ഗുരുതരമായി കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് ഇതേ തൊഴുത്തിൽ കെട്ടിയിരുന്ന മറ്റൊരു മൂരിക്കുട്ടിയെയും തെരുവ് നായ കടിച്ചു കൊന്നിരുന്നു. രാത്രി പശുക്കളെ കെട്ടിപ്പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. കാലത്ത് 7 മണിക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പശുവിൻ്റെ കുട്ടീനെ കടിച്ചു വന്നിരിക്കുന്നു. ഒന്നിനെ കടിച്ച് പകുതി കടിച്ച് ജീവൻ പകുതിയാക്കി ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇത് ഞങ്ങൾ 10 രൂപ എണ്ണത്തിനുള്ളിൽ കിടക്കേണ്ട ഈ 20 എണ്ണത്തിൻ്റെ ഇടയിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ കച്ചവടത്തിന് ആവശ്യത്തിനായി കൊണ്ടു നിർത്തുന്ന സാധനങ്ങളാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഇന്നേക്ക് 4 ദിവസമായി സാധനങ്ങൾ. ആ പശുവിന് 5 ലിറ്റർ പാലുണ്ടായിരുന്ന കാലത്ത് ആ പശുവിൻ്റെ കുട്ടീനെയാണ് 45,000 രൂപ വില വരുന്ന പശു കുട്ടി കൂടിയാണ്. അതിൻ്റെ കുട്ടീനെയാണ് കടിച്ച് നാശാക്കി ഞങ്ങൾക്ക് ഇത്രയും നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നു. 4000 കൊമേഴ്സ് പ്രൊഫഷണലുകളെ ആദരിച്ച് IIC ലക്ഷ്യ. കോഴിക്കോട് നടന്ന പരിപാടിയിൽ കോഴ്സ് പാസ്സായവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി. എക്സ്കോമിയം എന്ന പേരിലാണ് IIC ലക്ഷ്യ കോൺവൊക്കേഷൻ സംഘടിപ്പിച്ചത്. IIC ലക്ഷ്യ MD ഓർവൽ ലൈനിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ്. 2025-26 വർഷത്തിൽ അന്തർദേശീയ ദേശീയ തലങ്ങളിൽ 54 റാങ്കുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. രാജ്യത്തെ കൊമേഴ്സ് മേഖലയിൽ മികച്ച തലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്ന് ലക്ഷ്യ മാനേജ്മെന്റ് അറിയിച്ചു. ഭക്ഷണപ്രിയർക്ക് പുതിയ സ്വാദൊരുക്കി മെഴ്സിലീസ് ഐസ്ക്രീം. മെറിക്യാൻ എന്ന പേരിലാണ് പുതിയ ബ്രാൻഡ് പുറത്തിറക്കിയത്. പ്രീമിയം ഐസ്ക്രീം, ഫ്രൂട്ട് സോസുകൾ, ഫ്ലേവർ സ്പേൾഡസ്, കേക്ക്, ബിസ്ക്കറ്റ്, ക്രഞ്ചി നട്ട്സ് തുടങ്ങിയ വിഭവങ്ങളാണ് ഒരൊറ്റ ക്യാനിൽ ലെയറുകളായി ഒരുക്കിയിട്ടുള്ളത്. ഈ മെറിക്യാനിൽ പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ ഒപ്പം തന്നെ നല്ല നമ്മുടെ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും നാച്ചുറൽ കളർ നാച്ചുറൽ ഫ്ലേവറിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒപ്പം തന്നെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മുടെ ഹോൾ സ്ട്രോബെറി അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പീസും അതേപോലെ തന്നെ മാംഗോ പൾപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒരു 4 വേരിയൻറ്റ് നമ്മൾ ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്തേക്കാം. അപ്പോൾ ചോക്ലേറ്റ്സ് ബ്ലൂബെറി സ്വെറലുണ്ട്, മാംഗോ പാരഡൈസ് ഉണ്ട്, സ്ട്രോബെറി ഓവർലോഡ് ഉണ്ട്, പിന്നെ വെൽവെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ 4 പ്രൊഡക്റ്റ് എസ്ക്യൂസാണ് നമ്മുടെ ഒന്ന് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഓരോ സ്പൂണിലും പുതുമയും സംതൃപ്തിയും സമ്മാനിക്കുന്ന ഒരു ഡെസേർട്ട് അനുഭവം ഒരുക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് മെഴ്സിലീസ് MD ജോസഫ് M കടമ്പുക്കാട്ടിൽ പറഞ്ഞു. തൃശൂരിൽ ആംബുലൻസിന് കുറുകെ പുള്ളിമാൻ ചാടിയ അപകടം. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂരിലാണ് പുലർച്ചെയോടെ അപകടമുണ്ടായത്. മണ്ണാർക്കാട് നിന്നും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസാണ് മാനിനെ ഇടിച്ചിട്ടത്. ഇടിയുടെ ആഘാതത്തിൽ മാനിന്റെ മുഖത്തിനും കാലിനും പരിക്കേറ്റു. പിന്നീട് പുള്ളിമാനെ വനപാലകർ എത്തി പ്രാഥമിക ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടയച്ചു. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ മറ്റൊരു ആംബുലൻസ് എത്തിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് അപകടമുണ്ടാക്കിയ ശേഷം കാർ നിർത്താതെ പോയി.
തുണിക്കട ഉടമയെയും ബൈക്ക് യാത്രികനെയും ഇടിച്ച കാറാണ് നിർത്താതെ പോയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്നലെ രാത്രിയാണ് അപകടം. വെണ്ണിയൂർ സ്വദേശി തുളസീധരനെ ഇടിച്ച ശേഷം പെരിങ്ങമല ഭാഗത്തു നിന്നും വന്ന മറ്റൊരു ബൈക്ക് യാത്രികനെയും ഇടിക്കുകയായിരുന്നു. ഒരാളുടെ കാലൊടിഞ്ഞു. പിന്നാലെ എത്തിയ MVDയുടെ കാറിൽ പരിക്കേറ്റവരെ വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. കൊട്ടാരക്കര പനവേലിയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. ബൈക്ക് യാത്രികനായ അണ്ടൂർ സ്വദേശി അനീഷാണ് മരിച്ചത്. നാലമ്പല ദർശനം കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകർ സഞ്ചരിച്ച ട്രാവലർ ബൈക്കുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. തിരുവനന്തപുരം വെങ്ങാനൂരിൽ ഇലക്ട്രിക് പോസ്റ്റിലൂടെ കടന്നുപോയ കേബിളുകൾ കത്തി. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. വെങ്ങാനൂർ ജംഗ്ഷനിലായിരുന്നു സംഭവം. റോഡിനു കുറുകെ ഇലക്ട്രിക് കേബിളിന് താഴെയായി സ്ഥാപിച്ചിരുന്ന നെറ്റ്വർക്ക് കേബിളാണ് പൂർണ്ണമായും കത്തിയത്. 2 പോസ്റ്റിൽ നിന്നും തീ കത്തിപ്പടരുകയായിരുന്നു. കേബിൾ നെറ്റ്വർക്കിന്റെ സിഗ്നൽ എത്തിക്കുന്ന പ്രധാന കേബിളാണ് കത്തിയത്. കേബിളിന്റെ പ്ലാസ്റ്റിക് ഉരുക്കി താഴെ വീണതോടെ ഗതാഗത തടസ്സവും ഉണ്ടായി. ഷോർട്ട് സർക്യൂട്ടോ അമിത ചൂടോ ആകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സമയബന്ധിതമായി തീ കെടുത്തിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി. കോഴിക്കോട് ബേപ്പൂർ മാറാട് പ്രവർത്തിക്കുന്ന വെളിച്ചെണ്ണ മില്ലിൽ വൻ തീപിടുത്തം. രാത്രി 11 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. തീപിടുത്തത്തിന്റെ പ്രാഥമിക കാരണവും നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും വ്യക്തമായിട്ടില്ല. തീപിടുത്തത്തിൽ വെളിച്ചെണ്ണ മിൽ പൂർണ്ണമായും കത്തിനശിച്ചു. വലിയ സാമ്പത്തിക നഷ്ടമാണുണ്ടായത്. സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. കൗതുക കാഴ്ചയായി മൂന്നാറിലെ കാട്ടാനക്കൂട്ടം. ദേവികുളം ലേക്ക് ഹാർട്ട് എസ്റ്റേറ്റിലെ തേയിലത്തോട്ടത്തിലൂടെയാണ് കുട്ടിയാനെ അടക്കമുള്ള കാട്ടാനക്കൂട്ടത്തിന്റെ സഞ്ചാരം. ഡ്രോണിൽ പകർത്തിയ ആകാശ കാഴ്ചയിൽ തേയിലത്തോട്ടത്തിനിടയിലൂടെ അണിനിരന്ന് നീങ്ങുന്ന ആനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് പതിഞ്ഞിരിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിൽ വൈറലായ ഈ വീഡിയോ പ്രകൃതി സ്നേഹികളുടെയും സഞ്ചാരികളുടെയും ശ്രദ്ധ നേടുകയാണ്. ഇടുക്കി മൂന്നാറിന്റെ തേയിലച്ചെരുവുകളിൽ താണ്ടി കൊളുന്തുമായി ഇനി ഡ്രോണുകൾ പറന്നുയരും. കുന്നും താഴ്വരകളും താണ്ടി തേയിലക്കൊളുത്ത് ഫാക്ടറിയിലെത്തിക്കാൻ ക്വാഡ് കോപ്റ്റർ ഡ്രോണുകൾ ഇറങ്ങുന്നു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് ആരംഭിച്ച പരീക്ഷണം വിജയിച്ചാൽ തേയില വ്യവസായത്തിന്റെ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മൂന്നാർ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലാണ് ക്വാഡ് കോപ്റ്റർ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിന് തുടക്കമായത്. ഹാരിസൺസ് മലയാളം ലിമിറ്റഡും ട്രോപ്പോവർക്സ് കമ്പനിയും സംയുക്തമായാണ് പരീക്ഷണം നടത്തുന്നത്. തോട്ടത്തിൽ നിന്ന് ശേഖരിക്കുന്ന പച്ച തേയിലക്കൊളുന്ത് ഫാക്ടറിയിലേക്ക് അതിവേഗത്തിൽ എത്തിക്കുകയാണ് ഡ്രോണുകളുടെ ജോലി. ദുഷ്കരമായ ഭൂപ്രകൃതിയുള്ള തേയിലത്തോട്ടങ്ങളിൽ തൊഴിലാളികളുടെ ജോലിഭാരം കുറയ്ക്കുക, ഗതാഗതത്തിന് വേണ്ട സമയം ലാഭിക്കുക, അതോടൊപ്പം കമ്പനിയുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 2 years back we were the first to implement battery operated tea harvesters, and now we are harvesting tea with a 100% mechanized way. In future days we'll be transporting leaf through payload drones, and this will increase the productivity of the workers in days to come. നിലവിലെ പരീക്ഷണം വിജയകരമായാൽ കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ക്വാഡ്കോപ്റ്റർ ഡ്രോണുകൾ എത്തിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. തുടർന്ന് ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ എല്ലാ എസ്റ്റേറ്റുകളിലേക്കും ഈ സംവിധാനം വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. ദക്ഷിണേന്ത്യയിൽ ഇത്തരത്തിലൊരു പദ്ധതി ആദ്യമായാണ് നടപ്പിലാക്കുന്നത്. ഡ്രോൺ സംവിധാനം നിലവിൽ വരുന്നതോടെ ചുമട്ടുഭാരം കുറയുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. எங்களுக்கு பிரயோஜனம் சார். கொழுந்து எடுத்துகிட்டு போகும்போது எங்களுக்கு 10 கிலோ எக்ஸ்ட்ரா வெட்டுவோம். நாங்கள் கம்பெனினால எங்கள் எடுத்து போகும்போது கூட 10 கிலோ ஒரு நிறையில் போகும்போது 100 நிறைய சேர்த்து வெட்டி கொண்டு வந்துடுவோம். 10 கிலோக்கு 20 கிலோ வெட்டிடுவோம் சார். ചുമക്ക വേണ്ട, എങ്ങൾക്ക് கொஞ்சம் ഈസിയാവും இருக்கும்ல. പരീക്ഷണത്തിന്റെ ഫലങ്ങൾ വിലയിരുത്തിയ ശേഷമാകും പദ്ധതി കൂടുതൽ എസ്റ്റേറ്റുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. സാങ്കേതികവിദ്യയും തേയില വ്യവസായവും കൈകോർക്കുന്ന ഈ പരീക്ഷണം മേഖലയ്ക്ക് പുതിയ വഴിത്തിരിവാകുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. ജനം TV തിരുവനന്തപുരം ബ്യൂറോ ക്യാമറമാൻ അഭിജിത്ത് ശ്രീകുമാർ വാഹനാപകടത്തിൽ മരിച്ചു. 26 വയസ്സായിരുന്നു. പാറശാല സ്വദേശിയാണ് അഭിജിത്ത് ശ്രീകുമാർ. ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടമുണ്ടായത്. ടോറസ് അഭിജിത്തിന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടക്കും. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.